ഹായ് ഡിയർ സ്റ്റുഡൻസ്, +2 ബോർഡ് എക്സാമിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രാക്ടിക്കൽ സെക്ഷനെ പറ്റിയാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും നമ്മുടെ പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഓഡിയോ ഒന്ന് കേട്ടു നോക്കുക. ഓൾറെഡി നിങ്ങളെല്ലാവരും ലാബ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയി കാണും. അപ്പോൾ എന്നാൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓഡിയോ ഒന്ന് കേട്ട് നിങ്ങൾ പഠിച്ചതെല്ലാം ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലാബ് എക്സാമിൻ്റെ മെയിൻ ടോപ്പിക്കാണ് സോൾട്ട് അനാലിസിസ്. അപ്പോൾ ലാബ് എക്സാമിന് നമ്മൾ പോകുമ്പോൾ ടീച്ചർ നമുക്ക് ഒരു വാച്ച് ക്ലാസ്സിൽ സോൾട്ട് തന്നിട്ട് നിങ്ങളിത് പറയും, ഇതിനകത്ത് കാറ്റയോണ് ആനയോണ് കണ്ടുപിടിച്ച് അതെന്ത് ചെയ്യാൻ പറയും, എഴുതി കൊടുക്കാൻ പറയും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആ വാച്ച് ക്ലാസ്സിനകത്ത് 2 അയോൺ കാണും. എത്ര അയോൺ കാണും? 2 അയോണിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ആ സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരാൾ ഒരു പോസിറ്റീവ് അയോണും മറ്റേയാൾ എന്തായിരിക്കും, നെഗറ്റീവ് അയോണും ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പോസിറ്റീവ് അയോൺ നമ്മൾ എന്തറിയപ്പെടുന്നു, കാറ്റയോൺ അല്ലേ. കാറ്റയോണുകളെ നമ്മൾ പോസിറ്റീവ് അയോൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താ ആനയോണ്, നെഗറ്റീവ് അയോൺ അല്ലേ. കാറ്റയോണുകൾ പോസിറ്റീവ് ആണെങ്കിൽ ആനയോൺ ആരായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കാറ്റയോണുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് അയോണുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്, ബേസിക് റാഡിക്കൽ. അത് ഓർമ്മിച്ച് വയ്ക്കുക, ചിലപ്പോൾ വൈവയ്ക്ക് ചോദിക്കാം. അപ്പോൾ പോസിറ്റീവ് അയോൺ അല്ലെങ്കിൽ കാറ്റയോൺ അറിയപ്പെടുന്ന പേര് ബേസിക് റാഡിക്കൽസ് എന്നും. അപ്പോൾ ആനയോൺ എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. അപ്പോൾ ഓർമ്മിക്കേണ്ടത് ആനയോൺ അസിഡിക്, അങ്ങനെ ഓർമ്മിക്കുമോ, ആനയോൺ അസിഡിക്. അപ്പോൾ ആനയോൺ അറിയപ്പെടുന്ന പേര് അസിഡിക് റാഡിക്കൽ എന്നും കാറ്റയോൺ എന്നറിയപ്പെടുന്നത് ബേസിക് റാഡിക്കൽ എന്നും. അപ്പോൾ ഒരു സോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന പേര് കാറ്റയോൺ ആണ്, രണ്ടാമത് പറയുന്ന പേര് ആരായിരിക്കും, ആനയോൺ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡ്, സോഡിയം Na+ ആണ്, ക്ലോറിൻ മൈനസ് ആണ്. അപ്പോൾ പോസിറ്റീവ് ആദ്യം പറയുന്നു, അത് കാറ്റയോൺ നമ്മൾ ആദ്യം പറയുകയും ആനയോൺ നമ്മൾ രണ്ടാമത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അതിൽ നിന്ന് കുറച്ച് സോൾട്ട് ആ സ്പാച്ചുല ഉപയോഗിച്ച് നമ്മൾ സോൾട്ട് എടുത്ത് ടെസ്റ്റ് ട്യൂബിനകത്തിട്ട ശേഷം വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യുക, 2-3 സ്പാച്ചുല എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ആ സൊല്യൂഷൻ നിങ്ങൾ മാറ്റി വയ്ക്കുക. ആ സൊല്യൂഷൻ നമുക്ക് കാറ്റയോണിൻ്റെ ടെസ്റ്റിന് വേണ്ടി എടുക്കാനുള്ളതാണ്. ആനയോൺ കണ്ടുപിടിക്കുന്നത് ഡയറക്റ്റ് സോൾട്ട് വെച്ചാണ്. അപ്പോൾ ഓർമ്മിക്കുക, സോൾട്ട് വെച്ച് കണ്ടുപിടിക്കുന്നതാണ് ആനയോണ്. അതേ സോൾട്ടിൻ്റെ സൊല്യൂഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് എന്തോന്നിനെ, കാറ്റയോണിനെ. അപ്പോൾ നമ്മൾ സോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിനകത്തുള്ള ആനയോൺ ആരെന്നാണ്, അതായത് നെഗറ്റീവിനെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. പറയുമ്പോൾ ആദ്യം പോസിറ്റീവ് പറയുമെങ്കിലും നമ്മൾ ആദ്യം നെഗറ്റീവിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മൾ പ്രിലിമിനറി അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ടെസ്റ്റിലാണ് നമ്മൾ ആനയോൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് പ്രധാനമായിട്ടൊരു 5 ആനയോൺ കാണാതെ പഠിക്കുക. നിങ്ങളുടെ ലാബിൻ്റെ മാനുവലിനകത്ത് ഉണ്ടായിരിക്കും 5 ആനയോൺ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അതിനകത്ത് ഒന്നാമത്തെ ആളാരാണ്, കാർബണേറ്റ്. അപ്പോൾ എന്താണ് ഫോർമുല അതിൻ്റെ, CO3 2- ആണ് കാർബണേറ്റ്. രണ്ടാമത്തെ ആളാണെങ്കിലോ അസറ്റേറ്റ്. അപ്പോൾ ഓർമ്മിക്കുക, കാർബണേറ്റ് CO3 2-, അസറ്റേറ്റ് CH3COO-. അപ്പോൾ കാർബണേറ്റ് CO3 2-, അസറ്റേറ്റ് CH3COO-. മൂന്നാമത്തെ ആളാണ് ക്ലോറൈഡ്, Cl- ആരാണ്, ക്ലോറൈഡ്. അപ്പം നൈട്രേറ്റോ NO3-, നൈട്രേറ്റ് NO3-, സൾഫേറ്റ് SO4 2-. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ, കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. ഒന്നുകൂടെ, കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. കാണാതെ പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ്. ഈ ഓർഡറിൽ പഠിച്ച എളുപ്പമാണ്. അപ്പോൾ ഒന്നും കൂടെ ചാർജുകൾ നോക്കുക. CO3 2- ആണ്, CH3COO- ആണ്, ക്ലോറിൻ അതായത് ക്ലോറൈഡ് Cl- ആണ്, NO3- നൈട്രേറ്റ്, SO4 2-, സൾഫേറ്റ്. അപ്പോൾ ആനയോൺ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് കാറ്റയോൺ എന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് തരുന്ന കാറ്റയോണുകളിൽ ഒരു 7 കാറ്റയോൺ, മൊത്തം 8 ഉണ്ട്. അതിനകത്ത് കോപ്പർ തരത്തില്ല. പോയിട്ട് ഒരു 7 കാറ്റയോൺ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ആ കാറ്റയോണുകളുടെ ഗ്രൂപ്പുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കാറ്റയോണുകൾ ആരാണ്, പോസിറ്റീവ് അയോണുകൾ ആര്, കാറ്റയോൺ. അതിനകത്ത് അമോണിയം എന്ന് പറയുന്ന ആൾ NH4+ ആരാണ്, അമോണിയം.
സീറോ ഗ്രൂപ്പാണ് ആര്? അമോണിയം. അപ്പൊ അമോണിയം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? സീറോ ഗ്രൂപ്പാണ് അമോണിയം, NH4+. അടുത്തതാണ് ലെഡ്. നമുക്കറിയാം Pb2+ ആണ് ആര്? ലെഡ് Pb2+. അയാള് ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പം അമോണിയം സീറോ, ലെഡ് ഫസ്റ്റ് ഗ്രൂപ്പാണ്. അടുത്ത ആളാണ് കോപ്പർ. അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി, അത് ടെസ്റ്റിന് തരത്തില്ല, പക്ഷെ നമ്മൾ എഴുതി കൊടുക്കണം. കോപ്പർ 2+ ആണ്, അയാളെ സെക്കൻഡ് ഗ്രൂപ്പ്. ഇപ്പൊ ലെഡ് ഫസ്റ്റ് ഗ്രൂപ്പ്, കോപ്പർ സെക്കൻഡ് ഗ്രൂപ്പ്. അലുമിനിയം നമുക്കറിയാം, അലുമിനിയത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +3 ആണ്. അപ്പൊ ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്, അത് തേർഡ് ഗ്രൂപ്പ് ആണെന്ന് ഓർമ്മിക്കുക. അപ്പൊ അലുമിനിയം 3+ ആണ്, എന്താണ് അത്? തേർഡ് ഗ്രൂപ്പിലാണ്. പിന്നെ വരുന്ന ആള് സിങ്ക്. സിങ്ക് Zn2+ ആണ്, അയാൾ ഏത് ഗ്രൂപ്പ് വരും? ഫോർത്ത് ഗ്രൂപ്പ്. അപ്പൊ സിങ്ക് ഫോർത്ത് ഗ്രൂപ്പ്. അടുത്ത രണ്ട് പേര് ഫിഫ്ത്ത് ഗ്രൂപ്പാണ്, അവരാണ് ബേരിയവും കാൽഷ്യവും. ബേരിയം കാൽഷ്യം Ba2+, കാൽഷ്യം Ca2+. ഇവര് ഫിഫ്ത്ത് ഗ്രൂപ്പിൽ. ആറാമത്തെ ഗ്രൂപ്പാണ് മെഗ്നീഷ്യം. മെഗ്നീഷ്യം Mg2+ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 8 കാറ്റയോൺ പറഞ്ഞു, അതിൽ 7 പഠിച്ചാൽ മതി. കോപ്പർ തരത്തില്ല, അപ്പോൾ ഓർമ്മിക്കുക. അമോണിയം സീറോ ഗ്രൂപ്പ്, ലെഡ് ഫസ്റ്റ് ഗ്രൂപ്പ്, കോപ്പർ സെക്കൻഡ് ഗ്രൂപ്പ്, അലുമിനിയം തേർഡ് ഗ്രൂപ്പ്, സിങ്ക് ഫോർത്ത് ഗ്രൂപ്പ്, ബേരിയവും കാൽഷ്യവും ഫിഫ്ത്ത്. ബേരിയം കാൽഷ്യം ഫിഫ്ത്ത്, മെഗ്നീഷ്യം സിക്സ്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആനിയോൺസിനെ പരിചയപ്പെട്ടു, അതുപോലെ എത്ര കാറ്റയോൺസിനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ആനിയോൺസ് എന്ന് പറയുന്നത് 5 പേര്, കാറ്റയോണ് 7 പേര്. ആനിയോൺ അറിയപ്പെടുന്ന മറ്റൊരു പേര് അസിഡിക് റാഡിക്കല്, കാറ്റയോണ് ബേസിക് റാഡിക്കല്. ആനിയോണിന്റെ ചാർജ് നെഗറ്റീവ്, കാറ്റയോണിന്റെ ചാർജ് പോസിറ്റീവ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ലാബില് നമ്മൾ കയറി ചെല്ലുമ്പോൾ തരുന്ന സോൾട്ടുകളിൽ ഇത് ഏതെങ്കിലും ആവാം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിലൊക്കെ പല പ്രാവശ്യം ചെയ്ത സോൾട്ട് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. ഈ കാര്യങ്ങളിൽ നന്നായിട്ടൊന്നും എന്ത് ചെയ്യുക, ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത സെക്ഷനിൽ ബാക്കി ഡീറ്റെയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു.